നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് എന്ന് നോക്കാം. 2 of Wands കാർഡ്. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. മേക്കിംഗ് പ്രോഗ്രസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ പ്ലാനിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ അറിയപ്പെടാൻ പോവുകയാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നൊരു കാര്യം, അഡ്വഞ്ചറായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളിലേക്ക് സക്സസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് നോക്കാം. Three of Pentacles. കമ്മ്യൂണിറ്റിയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ എന്തൊരു കാര്യം പഠിക്കുന്നുണ്ട്, അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു ടീം വർക്കിനെ യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നു. മാനിഫെസ്റ്റിംഗ് ടുഗദർ എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം സക്സസ്സിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ അതിനുള്ള സ്റ്റെപ്പ് എടുത്തു വെച്ചു കഴിഞ്ഞു. പെൻഡക്കിൾ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസ്സിനെയാണ് കാണിക്കുന്നത്, ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. സ്ട്രെങ്ത് കാർഡ്. നിങ്ങൾക്ക് കറേജ് ലഭിച്ചിട്ടുണ്ട്. ഗ്രേസ്ഫുൾ ലീഡർഷിപ്പിനെയാണ് കാർഡ് പറയുന്നത്. ഗിഫ്റ്റഡ് ഹീലർ എന്ന് പറയുന്നു. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളിലേക്ക് ഒരുപാട് നന്മകൾ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളിൽ ഒരു ഇൻഫ്ലുവൻസറെ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളെന്ന വ്യക്തിയെ മറ്റുള്ളവർ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണ്. ഇൻഫിനിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. സാധ്യത തന്നെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. Eight of Wands കാർഡ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് നേട്ടമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലെ 8 ആഗ്രഹങ്ങളെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. സക്സസ് എന്നാണ് കാർഡ് പറയുന്നത്. സ്പീഡായിട്ടുള്ള റിയാക്ഷൻ തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ ഡിസിഷൻ എന്ന് പറയുന്നത് അപ്കമിങ് പോസിറ്റീവായിട്ട് കാണിക്കുകയാണ്. നിങ്ങളിലേക്ക് ഗുഡ് ന്യൂസ് തന്നെയാണ് വരാൻ പോകുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളിലേക്ക് വരുന്നത് ഗുഡ് ന്യൂസാണ്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സാധ്യത തന്നെയാണ് തരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് എത്തുന്നു.